ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ മാമ്പഴപ്പച്ചടിയാണ്. സദ്യക്ക് മാത്രമല്ല, സാധാരണ ഊണിനൊപ്പം കഴിക്കാൻ ഇത് അടിപൊളിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മാമ്പഴപ്പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. കൂടാതെ ഈ മാമ്പഴപ്പച്ചടി ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായും ഈ വിഷുവിനും തയ്യാറാക്കി നോക്കണേ. അതിനാൽ ഞാനിവിടെ ഇതേപോലെ 2 പഴുത്ത അധികം പുളിയില്ലാത്ത 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതേ ഇപ്പം എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ മാംഗോ ഇതേപോലെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മാംഗോയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി മാമ്പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായി ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത മുളകാണ്. എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ കടുകൊക്കെ ഇട്ട് ക്രഷ് ചെയ്ത തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ജാറിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ മാംഗോയും തൈരും ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാംഗോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് വെട്ടി തിളയ്ക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള തൈര് മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കണം. ഇനി കടുക് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായത് കൊണ്ട് തന്നെ വറ്റൽമുളക് പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കടുക് താളിച്ചത് നമ്മുടെ ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതേ ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.